ഹലോ ഗായ്സ്, നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയാലോ? വീട്ടിൽ വന്നപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ ഓർത്തു ഇന്ന് തന്നെ പോയേക്കാം. നാളെ എനിക്ക് ഓഫാണ്, എന്നാലും നാളെ റെസ്റ്റ് എടുക്കാമല്ലോ, ഇന്ന് പോയാൽ ഇത്. അപ്പോൾ നമുക്ക് പോകാം ഗായ്സ്. എൻ്റെ ട്രെയിൻ വന്നു, നമുക്ക് ട്രെയിനിൽ പോകാം. അടുത്ത സ്റ്റോപ്പിലാണ്, എന്നാലും ട്രെയിനിലാണ് പോകുന്നത്. അങ്ങനെ ട്രെയിൻ വന്നു, നമ്മൾ ട്രെയിനിൽ കയറി. സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല, ഇരുന്ന് ഇനി വെറുതെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്ത്, കാരണം അപ്പുറത്ത് ഇറങ്ങണമല്ലോ. അങ്ങനെ ട്രെയിനിൽ കയറി പട്ടിഷോ ഒക്കെ കാണിച്ച് ഞാൻ ഇറങ്ങുവാണ്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് നടക്കാനുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ട്രെയിനിൽ കയറിയെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഞാൻ നടന്ന് പോവുകയാണ്. അതേ നമ്മുടെ സ്ഥലം എത്തി. ഇതിൻ്റെ പേര് അസ്ത എന്നാണ്, ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ. ഈ ലിഡിൽ, ടെസ്കോ, അൽദി എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറേയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഈ ഒരൊറ്റ സാധനമേ ഉള്ളൂ. ആ ഒരു ഏരിയ ഫുൾ ആൾക്കാർ വന്ന് മേടിക്കുന്ന ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല വലുതാണ്. പുറമേ നിന്ന് കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, അകത്ത് ഇങ്ങനെ വിജൃംഭിച്ച സ്ഥലമാണ് ഗൈസ്. അങ്ങനെ അത് ട്രോളിയൊക്കെ എടുക്കാൻ പോവാണ്. ഈ ട്രോളി കാണുമ്പോൾ എനിക്ക് എപ്പോഴും മിസ്റ്റർ ബീൻ ഓർമ്മ വരും. എനിക്ക് നൊസ്റ്റുമാണ് ഈ സാധനം കാണുമ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ വലിച്ചുകൊണ്ട് പോവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് എടുക്കണ്ട്. പിന്നെ എനിക്ക് വേറെ കയ്യിൽ പിടിക്കുന്ന ബാസ്ക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ അത് പിടിച്ച് കഴിഞ്ഞാൽ കൈ കഴിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ഇതെടുത്തുകൊണ്ട് പോകുന്നതാണ്. കണ്ടാൽ വിചാരിക്കുക ഇതിൻ്റെ ഓണത്തിനൊക്കെ ഏതാണ്ട് പർച്ചേസിങ്ങിന് പോകുന്ന പോലെ എന്നൊക്കെ. എന്തായാലും അകത്ത് എത്തിയത് കണ്ടോ, ഭയങ്കര വലുതാണ്. വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ്. ഇനി അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട്. എല്ലാ സാധനവും കിട്ടും, ഡ്രസ്സ് ഉൾപ്പെടെ, ഗ്രോസറി ഐറ്റംസ്, പച്ചക്കറി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെ ഞാൻ പർച്ചേസിങ് തുടങ്ങി ഗൈസ്. അങ്ങനെ കുറച്ച് സവാള എടുത്തു, ബ്ലൂബെറി എടുത്തു, പിന്നെന്താ ക്യാബേജ് എടുത്തു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അത്യാവശ്യം ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടി. ഇവിടെ വേൾഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെ ഉണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ മറ്റേ റൈസ് കിട്ടില്ല, റൈസ് മാത്രമേ ഞാൻ കാണാണ്ടുള്ളൂ. നമ്മുടെ നാട്ടിലരി മറ്റേ ബസ്മതി റൈസൊക്കെ ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കണ്ടു ഡ്രസ്സിൻ്റെ ഐറ്റംസ്, അത്യാവശ്യം കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പം അത്യാവശ്യം വേണ്ട, അത്യാവശ്യം പുറത്തിടാൻ പറ്റിയ ഡ്രസ്സും ഉണ്ട്, പിന്നെ വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുണ്ട്, കുട്ടികൾക്കുള്ളത്, അങ്ങനത്തെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ വീണ്ടും പർച്ചേസിങ്ങിലേക്ക് കടന്നത്. തേങ്ങയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കാണുന്നത്. അത് എന്തെങ്കിലും അറിയില്ല, ഈ അസ്ത ഇനി ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ആണോ, അതായത് അതിൻ്റെ ഓണർ വല്ല ഇന്ത്യൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഇത്ര ഇന്ത്യൻ സാധനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വേറെ സൂപ്പർ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. കണ്ട ഗൈസ്, ഇവിടെ നെയ്യുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. നെയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിലൊരു 650 റേഞ്ചൊക്കെയാണ്. പിന്നെ വെളിച്ചെണ്ണയ്ക്കാണ് ഒരു 500 സംതിങ് ഒക്കെ വരും തോന്നുന്നു. വെളിച്ചെണ്ണയ്ക്ക് നാട്ടിലിപ്പോൾ വിലയാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ മാഗിയുടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മാഗിയുടെ നൂഡിൽസ് മാത്രം അല്ലാണ്ട് കുറേ മസാലയോ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിയില്ല ഗൈസ്, എനിക്ക് ഇതിനകത്തോട് ഇങ്ങനെ തേരാ പറ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രോളിയും തള്ളിക്കൊണ്ട് സാധനങ്ങളൊക്കെ കണ്ട് എന്തോ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം കൊണ്ടായിരിക്കും, കൗതുകം ലേശം കൂടുതലാണ് ഏത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ഈ ചോക്ലേറ്റ്. എന്തൊക്കെ വെറൈറ്റി ചോക്ലേറ്റ് ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയത്തില്ല. ഡയറി മിൽക്കിൻ്റെ ഒക്കെ എന്തൊക്കെയോ വെറൈറ്റി, നാട്ടിൽ പോലും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. നാട്ടിലില്ലാന്നോ എനിക്കറിയില്ല, ഇവിടെ കാഡ്ബറിയുടെ ഫാക്ടറി ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ കുപ്പി അതുപോലെ തന്നെ പല ടൈപ്പ് കുപ്പി, പല ബ്രാൻഡ് എന്തൊക്കെയാണോ എന്തോ. ഈ നാട്ടിൽ ബോട്ടിലായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ കുപ്പി കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് ഞാൻ ചപ്പാത്തി എടുത്തിട്ട് ഞാൻ തിരിച്ച് പോവാണ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചല്ലോ എന്ന്. യെസ്, ഞാൻ വാരി വലിച്ച് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാം മേടിച്ചത് ബേസിൽ കയറി പോവാണ് ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.